നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമ. ആരാണ് ഈ വൃത്രാസുരൻ? പരമഭാഗവതനെ പോലെയാണ് യുദ്ധക്കളത്തിൽ വെച്ച് ഇന്ദ്രന് ഞാൻ ഉപദേശമൊക്കെ കൊടുത്തത്. അപ്പോൾ സ്വരൂപം കൊണ്ട് മാത്രമേ അസുരൻ്റെ ഭാവമുള്ളൂ, സ്വഭാവം കൊണ്ട് ദേവന്മാരെക്കാളും ഉത്കൃഷ്ടനാണെന്നാണ് തോന്നുന്നത് എന്നാണ്. അപ്പോഴാണ് ഇനി വൃത്രാസുരൻ്റെ പൂർവ്വജന്മചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ശൂരസേന രാജ്യത്തിലെ രാജാവാണ് ചിത്രകേതു. അദ്ദേഹത്തിന് അനവധി ഭാര്യമാരുണ്ട്. അതുപോലെ തന്നെ സമ്പൽ സമർത്ഥമാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം. അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം രാജ്യം ഭരിക്കാനായിട്ടൊരു പുത്രനില്ല. ആ ദുഃഖം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കലശലായിട്ടുണ്ട്. ഇപ്പോൾ ചിത്രകേതുവിന് പുത്രന്മാരില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വൈരാഗ്യം ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ശ്രീനാരദ മഹർഷിയും അങ്കിരസ് മഹർഷിയും കൂടെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു എന്നാണ്. അങ്കിരസിനെയും നാരദനെയും സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തെ അവരെ വേണ്ടതുപോലെ പൂജിച്ചു. അപ്പോഴാണ് അവരെ കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്തു. രാജാവെ, അങ്ങേക്ക് ക്ഷേമം തന്നെയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ ത്രികാലജ്ഞന്മാരാണ്, എല്ലാം നിങ്ങൾക്കറിയാം. എങ്കിലും നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, എനിക്ക് സമ്പൽ സമർത്ഥമാണ് എൻ്റെ രാജ്യമെങ്കിലും എൻ്റെ കാലശേഷം രാജ്യം ഭരിക്കാൻ പറ്റിയ ഒരു പുത്രനില്ലാത്തത് കൊണ്ട് എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. അതുകൊണ്ട് ഇപ്പം എനിക്കൊരു പുത്രൻ വേണമെന്ന് അതിയായ മോഹമുണ്ട്. നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു ഉണ്ണി ഉണ്ടായാൽ തിരക്കടില്ല എന്നാണ് പറയണത്. അപ്പം മനസ്സിലായി വൈരാഗ്യം വന്നിട്ടില്ല എന്ന്. അപ്പോൾ ഒരു ഉണ്ണി വേണമെന്നുള്ള മോഹം നന്നായിട്ട് കലശലായിട്ടുണ്ട്. അപ്പോൾ വൈരാഗ്യം ഇല്ലാത്ത ആൾക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്തു അവർ? രാജാവെ, അവിടെ വെച്ചൊരു ഹോമം നടത്താമെന്നാണ്. അവിടെ വെച്ച് ഒരു പുത്രകാമേഷ്ടി യാഗമൊക്കെ നടത്തി. ആ യാഗത്തിൻ്റെ പ്രസാദം നാരദ മഹർഷി ഈ ചിത്രകേതുവിൻ്റെ കയ്യിൽ കൊടുത്തു. പറഞ്ഞു, ഈ പ്രസാദം അങ്ങ് ഭാര്യയ്ക്ക് കൊടുക്കുക. സുഖത്തെ പോലെ തന്നെ ദുഃഖത്തെയും തരുന്നൊരു പുത്രൻ അങ്ങയ്ക്കുണ്ടാകും എന്നാണ്. അതിപ്പോൾ ചിത്രകേതുവിൻ്റെ പുത്രൻ്റെ സ്വഭാവം മാത്രമല്ല, നമ്മുടെയൊക്കെ കുട്ടികളുടെ സ്വഭാവം അതാ. സുഖവും ഉണ്ടാകും, അവരെ കൊണ്ട് ദുഃഖവും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ആ പ്രസാദം കിട്ടിയ അദ്ദേഹത്തിന് മഹർഷിമാരവിടുന്ന് പോവുകയും ചെയ്തു. ഇപ്പോൾ ഈ പ്രസാദം കിട്ടിയതോടുകൂടി തന്നെ ദുഃഖം തുടങ്ങി. കാരണം എന്താ പറയുക, അനവധി ഭാര്യമാരുണ്ട്, ഇനിയിപ്പോൾ ആർക്കാ കൊടുക്കുക? എല്ലാവരെയും കൂടെ വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, ആദ്യത്തെ ഭാര്യയായിട്ട് വന്ന ആൾ കൃതജ്ഞിതിയാണ്, കൃതജ്ഞിതിക്ക് ഈ പ്രസാദം കൊടുക്കുകയാണ്, നിങ്ങളൊക്കെ സമ്മതിക്കണം എന്നാണ്. നിവൃത്തിയില്ല, സമ്മതിക്കേണ്ടതായിട്ട് വന്നു അവർക്ക്. അങ്ങനെ കൃതജ്ഞിതിക്ക് ആ പ്രസാദം കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് കൃതജ്ഞിതി ഗർഭം ധരിച്ചു. 10 മാസം പൂർത്തിയായപ്പോൾ കൃതജ്ഞിതി തൻ്റെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നാണ്. രാജാവിനുണ്ടായിട്ടുള്ള സന്തോഷം പറയാൻ വയ്യ. അനവധി കാലം കാത്തിരുന്നിട്ടുണ്ടായിട്ടുള്ള ഉണ്ണിയാണ്. അതുകൊണ്ട് അനുദിനം ആ കുട്ടിയിൽ സ്നേഹം അങ്ങനെ വർദ്ധിച്ച് വരികയാണ്. കുട്ടിയിൽ സ്നേഹം വർദ്ധിക്കുന്നതോടുകൂടി കുട്ടിയുടെ അമ്മയോടും സ്നേഹം കൂടി. മറ്റുള്ള റാണിമാരെ രാജാവ് തിരിഞ്ഞു നോക്കാണ്ടേയായി എന്നാണ്. ഇത് മറ്റുള്ള റാണിമാർക്ക് വല്ലാത്ത ദുഃഖത്തെ ഉണ്ടാക്കി. ഇപ്പോൾ സന്തതിയില്ലാത്ത ദുഃഖം അവരുടെ ഉള്ളിലുണ്ട്. കൃതജ്ഞതിയുടെ ഭാഗ്യം കാണുമ്പോഴോ അസൂയ കലശലായി. രാജാവിൻ്റെ അവഗണനയും കൂടിയായപ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അവർ പറഞ്ഞു, രാജാവ് പണ്ടത്തെ പോലെ നമ്മളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇനിയിപ്പോൾ രാജാവിൻ്റെ സ്നേഹം പണ്ടത്തെ പോലെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? അതായത് ഇപ്പോൾ കൃതജ്ഞതിക്കുണ്ടായിട്ടുള്ള ഉണ്ണിയാണ് നമ്മളെ രാജാവിൽ നിന്ന് അകറ്റിയിരിക്കുന്നത് എന്നാണ്. അപ്പോൾ രാജാവിനെ തിരിച്ചു കിട്ടണമെച്ചാലോ ഉണ്ടായ ഉണ്ണിയെ ഇല്ലാണ്ടാക്കണം എന്ന് അവർക്ക് തോന്നിയെന്നാണ്. ഇതാണ് എപ്പോഴും നമ്മുടെ സുഖത്തിന് ഭംഗം വന്നു വേറൊരു വസ്തു എന്നെങ്കിൽ നമ്മളതിന് വെറുക്കും. അതിപ്പോൾ എത്ര പൊന്നായാലും പൊടിയായാലും അതാണ് ലോകത്തിൻ്റെ സ്വഭാവം എന്നാണ്. അവരെന്താ ചെയ്തത്? കൃതജ്ഞിതിയുടെ തോഴിയോട് പറഞ്ഞു, ആ കുഞ്ഞിനെ ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരൂ, ഞങ്ങൾക്ക് ആ കുട്ടിയെ ലാളിക്കണം എന്നാണ്. ഇപ്പോൾ കുട്ടിക്ക് കഷ്ടിച്ച് 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ആ കുട്ടിയെ അവരുടെ കൊട്ടാരത്തിൽ കൊടുത്തു. അവരാദ്യം കുട്ടിയൊക്കെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പാല് കൊടുക്കുകയാണെന്നും പറഞ്ഞ് ആരും അറിയാണ്ട പാലിലൂടെ കാളകൂട വിഷവും ചേർത്ത് ആ കുട്ടിക്ക് കൊടുത്തു എന്നാണ്. കുട്ടി അത് കുടിച്ചതോടുകൂടി മരിച്ചു വീഴുകയാണ്. വേഗം അവരെന്താ ചെയ്തത്? തോഴിയോട് പറഞ്ഞു, ഈ ഉണ്ണി ഉറങ്ങിയിട്ടോ അവിടെ കൊണ്ട് കിടത്തിക്കോളൂ എന്നും പറഞ്ഞ് കൊടുത്തു വിട്ടു. തോഴിയാണെച്ചാൽ കൃതജ്ഞിതിയുടെ കൊട്ടാരത്തിൽ കുട്ടിയെ തൂക്കിൽ കൊണ്ട് കിടത്തി എന്നാണ്. പക്ഷേ സമയമായിട്ടും കുട്ടി ഉണരുന്നില്ല. അപ്പോൾ കൃതജ്ഞിതിക്ക് സംശയമായി. തോഴിയോട് പറഞ്ഞു, ആ കുഞ്ഞിനെ ഉണർത്തിക്കൊണ്ടുവരൂ എന്നാ. തോഴി ചെന്ന് നോക്കുമ്പോൾ എന്താ കണ്ടത്? വിഷം ബാധിച്ച് ശരീരമൊക്കെ നീല നിറായി വിറക് കൊള്ളി പോലെ വിറങ്ങലിച്ച് കിടക്കുകയാണ് കുട്ടി എന്നാണ്, മരിച്ചിട്ട്. ഇത് കണ്ട തോഴി നിലവിളിച്ചു എന്നാണ്.
തോഴിയുടെ നിലവിളി കേട്ടിട്ടാണ് കൃതത്തിഥി അവിടെ വരുന്നത്. കൃതത്തിഥിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ട് മോഹാലസ്യപ്പെട്ട് അവിടെ വീണു. പിന്നെ എഴുന്നേറ്റിട്ട് വീണ്ടും മാറത്തടിച്ച് നിലവിളിക്കുകയാണ്. ഈ നിലവിളി കേട്ടിട്ടാണ് രാജാവ് അവിടെ വരുന്നത്. രാജാവിന് ഈ ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല, മോഹാലസ്യപ്പെട്ട് വീണു. പിന്നീട് അതിന് എഴുന്നേറ്റ് വാവിട്ട് നിലവിളിക്കുകയാണ്, കുട്ടിയുടെ ശവശരീരവും കെട്ടിപ്പിടിച്ചിട്ട്. മറ്റു റാണിമാരൊക്കെ തങ്ങളാണ് വിഷം കൊടുത്തതെന്ന് അറിയരുതെന്ന് വിചാരിച്ച് അവരും കള്ളക്കരച്ചിൽ അവിടെ അഭിനയിച്ചു എന്നാണ്. ഇങ്ങനെ കൂട്ടക്കരച്ചിലാണ് പ്രജകളും റാണിമാരും രാജാവും ഒക്കെ ആയിട്ട്. അവരെന്താ പറയുന്നത്? ബ്രഹ്മാവേ, അങ്ങക്ക് ഇത്ര കാരുണ്യം ഇല്ലാണ്ട് പോയോ എന്ന് ചോദിക്കുകയാണ്. ബ്രഹ്മാവാണല്ലോ സൃഷ്ടിയുടെയൊക്കെ. അതായത് ഈ ആദ്യം വന്ന ആളുകൾ ജീവിച്ചിരിക്കെ അവസാനം വന്ന കുട്ടി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ജനനത്തിനും മരണത്തിനും ഒരു വ്യവസ്ഥയുമില്ലേ എന്നാണ്. ജീവന്മാരൊക്കെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ജനിച്ചു വരുന്നത്. കർമ്മഫലം അധികമുള്ള ആളുകൾ കുറച്ചധിക കാലം ജീവിക്കും, കർമ്മഫലം കുറവുള്ള ആളുകൾ പെട്ടെന്ന് മരിക്കും. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ ഈ സൃഷ്ടി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ജീവജാലങ്ങളെ പരസ്പര സ്നേഹം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത്. നോക്കൂ, ആ സ്നേഹം ഇങ്ങനെയുള്ള അകാല മരണം വരുമ്പോൾ ആളുകൾ ചിന്തിക്കും, ഇതേ അവനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ എനിക്ക് ദുഃഖം വന്നത്, അതുകൊണ്ട് എന്ത് പറ്റും, ഭാവിയിൽ ആരും ആരെയും സ്നേഹിക്കില്ല. അപ്പോഴോ പിന്നെ എങ്ങനെ സൃഷ്ടി വർദ്ധിക്കുക എന്ന് ചോദിക്കുകയാണ്. ഏത് കാര്യത്തിലും ആദ്യം വന്ന ആൾ ആദ്യം ഒരു ക്യൂ സിസ്റ്റം എല്ലായിടത്തും ഉണ്ട് അല്ലേ? ഈ മരണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടോ? മരണത്തിൻ്റെ കാര്യത്തിൽ ആദ്യം വന്ന ആൾ ആദ്യം പോയിട്ട് പിന്നീട് വന്ന ആൾക്ക് പോകേണ്ടതുള്ളൂ എങ്കിൽ നമുക്കൊക്കെ ഒന്ന് സമാധാനിക്കാം. എന്താ, കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, അവരൊക്കെ പോയിട്ടേ ഞാൻ പോളൂ. ഇവിടെ അതൊന്നും ഇല്ല. അങ്ങനെ വാവിട്ട് നിലവിളിക്കുക. ഈ നിലവിളി കേട്ടിട്ടാണ് വീണ്ടും ചിത്രകേതുവും നാരദനും അവിടെ എത്തുന്നത് എന്നാണ്. അപ്പോൾ അവർ രാജാവിനോട് ചോദിച്ചു, രാജാവേ, ഞങ്ങൾ അന്ന് വന്നപ്പോഴും അങ്ങ് കരിയായിരുന്നു, ഇന്ന് വന്നപ്പോഴും അങ്ങ് കരിയ. അന്ന് വന്നപ്പോൾ എന്ത് പറഞ്ഞാൽ കരഞ്ഞത്? ഉണ്ണി ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് അല്ലേ? ഇന്ന് വന്നപ്പോഴോ ഉണ്ടായ ഉണ്ണി ഇല്ലാണ്ടായി എന്ന് പറയും. അപ്പം ലോകത്തിൽ ദുഃഖം എല്ലായിടത്തും ഉള്ളതാണ്. ഒരിടത്താണെങ്കിൽ ഉണ്ടായത് കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കുന്നുണ്ട്, മറ്റിടത്ത് ഇല്ലാത്തത് കൊണ്ടുള്ള ദുഃഖമാണ്. അപ്പം ലോകത്തിൻ്റെ സ്വഭാവം ദുഃഖം മാത്രമാണ്. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ദുഃഖത്തിന് കാരണം മാത്രമാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രപഞ്ച വസ്തുക്കളോടുള്ള ആഗ്രഹത്തെ നമ്മൾ ഉപേക്ഷിക്കണം, എങ്കിലേ നമുക്ക് ശാശ്വതമായിട്ടുള്ള ആനന്ദം കിട്ടുള്ളൂ. ഇതൊക്കെ വെറും ഈ രാജ്യത്തിലെ അവസ്ഥ എന്തറിയോ? വെറും ഗന്ധർവ നഗരപ്രഖ്യ, വെറും സ്വപ്ന തുല്യമാണ് ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ എന്നാണ്. ഏതനുഭവം ഇവിടുത്തെ നമ്മുടെ സത്യമായിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഉച്ചയ്ക്ക് സുഖമായിട്ട് ഊണ് കഴിച്ചില്ലേ? ഊണ് കഴിച്ച അനുഭവം സത്യമാണെന്ന് വെച്ചാൽ വൈകുന്നേരം വേണ്ടാന്ന് തോന്നുന്നുണ്ടോ നമുക്ക്? ഇല്ല, അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സുഖവും, അതൊന്നും ശാശ്വതമല്ല എന്നാണ്. ഇത് കേട്ടപ്പോൾ ചിത്രകേതു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നാണ്. അതേ, അങ്ങയ്ക്ക് പുത്രനെ അനുഗ്രഹിച്ച് തന്ന നാരദനും അങ്കിരസുമാണ്. നിങ്ങൾ വന്നോ, നന്നായി. എന്താ അത്? നിങ്ങളെ എൻ്റെ കുട്ടിയുടെ ജീവൻ എങ്ങോട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു, എന്തിനാ ചോദിച്ചു? ഈ ശരീരത്തിലേക്ക് കടക്കാൻ പറയാനാണെന്ന്. അപ്പോൾ നാരദൻ പറഞ്ഞു, ജീവൻ എങ്ങോട്ട് വിളിക്കുകയൊക്കെ ചെയ്യുക, ഞങ്ങൾ ശരീരത്തിലേക്ക് കടക്കാൻ പറയില്ല. അങ്ങയുടെ ഉണ്ണിയാണെച്ചാൽ അങ്ങ് പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങ് പറഞ്ഞാൽ മതി എന്നാണ്. എന്നാൽ വിളിക്കാൻ പറഞ്ഞു. നാരദൻ തൻ്റെ യോഗപ്രഭാവം കൊണ്ട് ആ കുട്ടിയുടെ ജീവനെ അന്തരീക്ഷത്തിൽ കൊണ്ട് നിർത്തി. ആ ജീവനോട് പറഞ്ഞു, ജീവാത്മാവെ കണ്ടില്ലേ എൻ്റെ അച്ഛനും അമ്മയും കിടന്ന് കരയുന്നത്? നീ ആ ഉപേക്ഷിച്ച ശരീരത്തിൽ പ്രവേശിച്ച് ആ അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കൂ എന്നാണ്. അപ്പോൾ ആ ജീവാത്മാവിൻ്റെ ഒരു പ്രസംഗം, ഏതച്ഛൻ ഏതമ്മ. അതെ, ഞാൻ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശരീരങ്ങൾ എടുത്തിട്ടുണ്ട്. ആ എടുത്ത ശരീരങ്ങൾക്കൊക്കെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഇവരെൻ്റെ അച്ഛനും അമ്മയും ആയിരുന്നു. എപ്പോൾ? ഞാൻ ആ ശരീരത്തിൽ താമസിക്കുന്ന കാലത്ത്. ഞാൻ ആ ശരീരത്തോടുള്ള ബന്ധം ഉപേക്ഷിച്ചതോടുകൂടെ എനിക്ക് ഇവരുമായിട്ട് ഒരു ബന്ധമില്ല. ഒരു സാധനം നമ്മുടെ കയ്യിലാണെച്ചാൽ അത് നമ്മുടെ തന്നെയാണ്. അത് വേറൊരാൾക്ക് കൊടുത്താൽ പിന്നെ കിട്ടുമോ? ഇങ്ങോട്ട് അത് നമ്മുടെ എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ആരൊക്കെ ഇവിടെ ഈ തട്ടിൽ 10 ഉറുപ്പ്യൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അല്ലേ? സപ്താഹം കഴിഞ്ഞിട്ട് പോകുമ്പോഴേ വെച്ച ആൾ ഇവിടെ വന്ന് പറയുക, അതേ തിരുമേനി ഞാൻ എടുക്കണു കിട്ടുമോ, അതെ ഞാൻ വെച്ചതാണ്, ഞാൻ സമ്മതിക്കുമോ? കാരണം സംഗതി നിങ്ങളുടെ തന്നെയായിരുന്നു, ശരിയാ. പക്ഷെ അത് ഇവിടെ കൊണ്ട് വെച്ചതോട് കൂടിയിട്ടോ പിന്നെ നിങ്ങൾക്ക് അവകാശമില്ല, അത് പിന്നെ എൻ്റെ ആയിട്ട് മാറി. ഇതുപോലെയുള്ളൂ ഈ, അതായത് അച്ഛൻ അമ്മ പുത്രൻ പുത്രി എന്ന് പറയുന്ന ആ ബന്ധങ്ങളൊക്കെ. ഇതൊക്കെ വെറും വഴിയമ്പലത്തിൽ ഒന്ന് കൂടുന്നത് പോലെ എന്നാണ് അല്ലേ?
ഈ വഴിയമ്പലത്തിൽ അതായത് പല ദിക്കുന്നും വരുന്ന ആളുകൾ ഒരു രാത്രി കഴിച്ചു കൂട്ടാൻ വേണ്ടി അവിടെ താമസിക്കും. ഇന്നൊന്നും ഈ വഴിയമ്പലം പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവില്ല. നമ്മളിപ്പോൾ ബോംബെയിൽ നിന്നോ മദ്രാസിൽ നിന്നൊക്കെ ട്രെയിനിൽ വരുമ്പോൾ അടുത്ത ബർത്തിൽ ആളുകളുമായിട്ടൊക്കെ നമ്മൾ പരിചയപ്പെടും അല്ലേ? നിങ്ങളെവിടെയാ? ഞങ്ങൾ കോഴിക്കോട്. നിങ്ങളോ? ഞങ്ങൾ കൊയിലാണ്ടി. എന്താ കോഴിക്കോട്ടുകാരും കൊയിലാണ്ടിക്കാരും തമ്മിലൊരു ബന്ധം അറിയോ? പിന്നെ നല്ല ലോഹിയായി ഇതാ 4 ചപ്പാത്തി എടുത്തോളൂ കേട്ടോ. ചപ്പാത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുക, അവിടെ നിന്ന് ഇഡ്ഡലി ഇങ്ങോട്ട് മേടിക്കുക. അത്ര ബന്ധമായിരിക്കണം. ഏതുവരെ? കോഴിക്കോട് സ്റ്റേഷനിൽ വണ്ടി എത്തി അവരുടെ പാട് അല്ലേ? കൊയിലാണ്ടിയിലെത്തിയ നമ്മൾ കഴിഞ്ഞു. ഇത്രയുള്ളൂ. ഇതുപോലെയാണ് അച്ഛൻ, അമ്മ, പുത്രൻ, പുത്രി എന്നുള്ള ബന്ധമൊക്കെ. കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ശരീരം എടുത്ത് വരുന്നത്. ആ കർമ്മഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം, അപ്പം കർമ്മഫലത്തിനനുസരിച്ച് ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ പുത്രനായിട്ടോ പുത്രിയായിട്ടോ ഒക്കെ വരും. കർമ്മഫലം കഴിഞ്ഞാലോ അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ എടുത്ത ശരീരം ഉപേക്ഷിച്ച ശരീരം ഞാൻ വീണ്ടും സ്വീകരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് എനിക്ക് കർമ്മഫലം അനുഭവിച്ച് തീരുക? അതുകൊണ്ട് ഈ ശരീരത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ എനിക്ക് വേറൊരു ശരീരമുണ്ട്, ഞാൻ അതിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ ആ കുട്ടി ഒറ്റ പോക്ക് എന്നാണ്. അപ്പോഴാണ് ചിത്രകേതുവിന് മനസ്സിലായത് ഇതിനെയൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമ്മളും പറയുന്നുണ്ടല്ലോ, പൊന്നാണ് പൊടിയാണ് ഒന്നേ ഉള്ളൂ, ഇതാണ് എൻ്റെ ഒരേ ഒരു ഗതി എന്നും പറഞ്ഞിരുന്ന ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ടാവും. യാതൊരു സംശയമില്ല ഇതെന്നാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ പോക്ക് എന്നാണ്. സാമാന്യ സ്നേഹം മതി എല്ലാറ്റിനോടും. ഒന്നിനെയും നിങ്ങൾ അഗാധമായിട്ട് സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിച്ചാൽ അത് നിങ്ങൾക്ക് ദുഃഖത്തെ മാത്രമേ തരുള്ളൂ, യാതൊരു സംശയമില്ല എന്നാണ്. അപ്പോൾ ഇപ്പം കാര്യം മനസ്സിലാക്കി. അതോടുകൂടി ചിത്രകേതുവിന് വൈരാഗ്യം വന്നു. പറഞ്ഞു, എനിക്കിനി രാജ്യവും വേണ്ട, മക്കളും വേണ്ട, പുത്രൻ ഒന്നും വേണ്ട എന്നാണ്. പിന്നെ എന്താ വേണ്ട? എനിക്ക് എന്നെ അറിയണം, ഈശ്വരനെ അറിയണം എന്നാണ്. അതറിയാത്തിടത്തോളം കാലമാണ് അത് മറ്റതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിരുന്നത്. ഇവിടെ സത്യമായിട്ടുള്ളത് ആത്മാവാണെന്ന് ഇപ്പം എനിക്ക് ഏകദേശം ബോധ്യമായി. അതൊന്ന് ഉറയ്ക്കണം, എന്നെ അനുഗ്രഹിക്കണം എന്നാണ്. അപ്പോഴാണ് എന്നാൽ പോയിട്ട് കുട്ടിയുടെ ശവശരീരമൊക്കെ ദഹിപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അവിടെ വെച്ച് അനന്തനെ ഇഷ്ടദേവനായിട്ട് കൽപ്പിച്ച് ഒരു മന്ത്രോപദേശം കൊടുത്തു ചിത്രകേതുവിന് ശ്രീനാരദ മഹർഷി എന്നാണ്. ശ്രീനാരദന് പണ്ട് യോഗികൾ ഉപദേശിച്ചു കൊടുത്ത അതേ മന്ത്രം തന്നെ എവിടെ ഉപദേശിച്ചു കൊടുക്കുന്നത് എന്നാണ്. അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഈ 4 ഭാവം ശരിക്ക് ഉറക്കിയ, അങ്ങനെ അതാണ് വേണ്ടത് എന്നാണ്. ഈ മന്ത്രം ശ്രദ്ധയോടുകൂടി 7 ദിവസം അങ്ങ് ജപിക്കുക. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ ആ ഭഗവാൻ അനന്തൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങേക്ക് വിദ്യാധരനായിട്ട് മാറാൻ പറ്റുന്നതാണ്. അങ്ങനെ 7 ദിവസം ശ്രദ്ധയോടുകൂടി മന്ത്രം ജപിച്ചു. ആ വിദ്യാധരന ചക്രവർത്തിയായിട്ട് തീർന്നു. വീണ്ടും ആ മന്ത്രജപം മനസ്യൂതം തുടർന്നു. അപ്പോഴാണ് സംഘർഷണ ഭഗവാന്റെ ദർശനം കിട്ടുന്നത്, അനന്തൻ്റെ ദർശനം എന്നാണ്. ചിത്രകേതുവിൻ്റെ മുമ്പിലെ 1000 പണങ്ങളോടുകൂടി സർവൈശ്വര്യപൂർണനായിട്ട് അനന്തൻ അവിടെ അതായത് പ്രകാശിക്കുകയാണെന്നാണ്. ഇത് കണ്ടപ്പോൾ ചിത്രകേതുവിന് വളരെ സന്തോഷമായി എന്നാണ്. വേഗം തന്നെ ഭഗവാനെ പ്രദക്ഷിണം വെച്ചു നമസ്കരിച്ച് ചിത്രകേതു ഭഗവാനെ സ്തുതിച്ചു. അജിത ജിത സമമതിഭി സാധുഭിർഭവാഞ്ചിത ആത്മഭിർഭവത. പറയണ അജിത എന്നാണോ അല്ലേ? ഭഗവാനെ ആർക്കെങ്കിലും ജയിക്കാൻ പറ്റുമോ? ഭഗവാൻ എല്ലാവരെയും ജയിച്ച ആളാണ്. ഭക്തന്മാർ ഭക്തി കൊണ്ട് ഭഗവാനെ ജയിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള ഭക്തന്മാരെ തന്നെ ഭക്തന്മാർക്ക് കൊടുത്തിട്ട് ഭഗവാൻ അവരെയും ജയിച്ചു എന്നാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ തൻ്റെ മായാശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തെ പരമാണു മുതൽ മഹത്വത്വം വരെയുള്ള തത്വങ്ങളെ കൊണ്ട് ആ പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഓരോ തത്വങ്ങളിലും ആദിയിലും മധ്യത്തിലും അവസാനത്തിലും നിത്യവും സത്യവുമായിട്ട് വിളങ്ങുന്നത് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ മാത്രമാണ് എന്ന് പറയുകയാണ്. നോക്കിവിടെ അനവധി, അതായത് ഈ പരമാണു മുതൽ മഹത്തത്വം വരെയുള്ള തത്വങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ബ്രഹ്മാണ്ട കോടികൾ അനവധിയുണ്ട്. ഈ അനന്തൻ്റെ ശിരസിൽ ഒരു കടുകുമണിയുടെ ലാഘവത്തോട് കൂടിയിട്ട് എന്ന് പറയുകയാണ്. നോക്കൂ, പറയുകയാണ് ഭഗവാനെ ഇപ്പം നാരദ മഹർഷിയുടെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നിപ്പോൾ എൻ്റെ മുമ്പിൽ ദർശനം തരാനായിട്ട് എഴുന്നള്ളിയിരിക്കുന്നത്. പറയുക അവിടെ ആരുടെ ഇച്ഛയനുസരിച്ചിട്ടാണോ? എം വൈ ശ്വസന്തമനു വിശ്വസൃജശ്വസന്തി യം ചേകിദാനമനുചിത്തയ ഉച്ചഗന്ധി ഭൂമണ്ഡലം സർഷപായതി യസ്യ മൂർധ്നി തസ്മൈ നമോ ഭഗവതേസ്തു സഹസ്രമൂർധ്നേ.
ആരുടെ ഇച്ഛയനുസരിച്ചിട്ടാണോ ലോകസൃഷ്ടാക്കളായിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാർ പ്രവർത്തിക്കുന്നത്, ആരുടെ പ്രവർത്തനം കൊണ്ടാണോ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്, ഈ അതായത് ബ്രഹ്മാണ്ട കോടികൾ ഒരു കടുകുമണിയുടെ ലാഘവത്തോട് കൂടിയിട്ട് ഏതൊരു ഭഗവാന്റെ ശിരസിലാണോ വർദ്ധിക്കുന്നത് ആ ഭഗവാന് നമസ്കാരം എന്നും പറഞ്ഞ് നമസ്കരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അനന്തം പറഞ്ഞു, ചിത്രകേതു ഇത്രയും കാലത്തെ മന്ത്രജപത്തിൻ്റെ പ്രഭാവം കൊണ്ടും എൻ്റെ ദർശനം കൊണ്ടും അങ്ങ് വിദ്യാധര ചക്രവർത്തിയായിട്ട് തീർന്നിരിക്കുന്നു എന്നാണ്. ഇനി ആ വിദ്യാധരന്മാർക്ക് വേണ്ടതായിട്ടുള്ള പരമാത്മജ്ഞാനത്തെ ഞാൻ അങ്ങയ്ക്ക് ഉപദേശിച്ചു തരാം എന്നാണ്. എന്താണ് വിദ്യാധരന്മാർക്ക് വേണ്ട പരമാത്മജ്ഞാനം? അഹം വൈ സർവഭൂതാനി ഭൂതാത്മാ ഭൂതഭാവന ശബ്ദബ്രഹ്മ പരം ബ്രഹ്മ മാമോഭേ ശാശ്വതീ തനു. അല്ലേ? എല്ലാ ജീവജാലങ്ങളും പരമാത്മാവായിട്ടുള്ള എൻ്റെ രൂപഭേദങ്ങൾ മാത്രമാണ്. ശബ്ദബ്രഹ്മമാകുന്ന വേദത്തിലൂടെ പ്രാപിക്കാൻ കഴിയുന്ന പരബ്രഹ്മ തത്വം, ഇത് രണ്ടും ഞാനാണെന്ന് പറയുകയാണ്. ആ ആത്മാവാണ് നിത്യസത്യമായിട്ടിരിക്കുന്നത്. ആ ആത്മാവിലാണ് ലോകേ വിതതമാത്മാനം ലോകം ചാത്മനി സന്തതം ഉഭയം ച മയാ വ്യാപ്തം മയി ചൈവോഭയംകൃതം. ലോകത്തിൽ മുഴുവൻ ആത്മാവ് വ്യാപിച്ചിരിക്കുന്നു, ആത്മാവിൽ ലോകവും നിൽക്കണു എന്നാണ്. ഈ ലോകവും ലോകത്തെ കാണുന്ന ജീവനും ആത്മാവായിട്ടുള്ള എന്നെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. ജീവനും ആത്മാവും ഒന്ന് തന്നെ എന്നാണ്. ഇപ്പോൾ നമുക്കൊക്കെ 3 അവസ്ഥകളുണ്ട്. ഏതൊക്കെ 3 അവസ്ഥ? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. അല്ലേ? ഉണർന്നിരിക്കുക, സ്വപ്നം കാണുക, ഉറങ്ങുക. അല്ലേ? ഈ അവസ്ഥയിൽ ഏതാ ശരി ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം നമ്മളൊക്കെ ഇവിടെ വന്ന് സപ്താഹ മണ്ഡപത്തിൽ വന്നിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ എവിടെ നിൽക്കുന്നത്? നമ്മളൊക്കെ ക്ഷേത്രത്തിൻ്റെ തിരുമിറ്റത്താ. അല്ലേ? അപ്പോൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എവിടെ നിൽക്കണോ? ഈ ലോകത്തിൽ നിൽക്കണം. അല്ലേ? ഇനി വീട്ടിൽ ചെന്ന് അത്താഴമൊക്കെ കഴിഞ്ഞിട്ടേ സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് കഷ്ടകാലത്തിന് എങ്ങാനും ഈ സപ്താഹം സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ സ്വപ്നം കാണുമൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു മോഹം കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ? അപ്പം ഈ സപ്താഹം സ്വപ്നം കണ്ടാൽ ഈ സപ്താഹം എവിടെ നടക്കണം? പറഞ്ഞോളി. ഇതെന്തത്ര പേടി? നമ്മുടെ ഉള്ളില് ഇല്ലേ? ഉള്ളിലല്ലേ നടക്കണേ? നോക്കൂ, ചിന്തിച്ച് നോക്കൂ. ഒരാചാര്യന് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടോ അവിടെ? പക്ഷെ ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ? എന്നാൽ സ്വപ്നം കാണാണ്ട് ഉറങ്ങുമ്പോൾ ഇത് വല്ലതും ഉണ്ടോ? ഒന്നും അറിഞ്ഞില്ല എന്നാ പറയണം. അല്ലേ? ഈ 3 അവസ്ഥയിൽ ഏതവസ്ഥ ശരി? ചിന്തിച്ച് നോക്കൂ. ശാസ്ത്രം പറയണോ ഇത് 3 ശരിയല്ല. കാരണം ഉണർന്നിരിക്കുന്ന സമയത്ത് കണ്ട ലോകമല്ല സ്വപ്ന ലോകത്ത്. കാരണം ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ലോകത്തിലായിരുന്നു. സ്വപ്നത്തിലോ ലോകം നമ്മുടെ ഉള്ളിലായിരുന്നു. ഉറക്കത്തിലോ ഇത് രണ്ടുമില്ല. അപ്പോൾ ശരിയേതാ അറിയോ? ഉണർന്നിരിക്കുന്ന സമയത്ത് ഇവിടെ ആ സപ്താഹം കേട്ട അതായത് ആ അറിവ്, അതായത് ഉണർന്നിരിക്കുമ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലിരുന്ന ഒരാൾ കേട്ടിട്ടുണ്ട്. ഇല്ലേ? സ്വപ്ന സമയത്ത് സ്വപ്നാനുഭവങ്ങളെയും അനുഭവിപ്പിച്ച സ്വപ്നാനുഭവങ്ങൾ സത്യമല്ലേ? സ്വപ്നം കാണുന്ന സമയത്ത് അത് സത്യമേ. നമ്മൾ സ്വപ്നമാണെന്നൊന്നും അപ്പം തോന്നില്ലേ നമുക്ക്? അങ്ങനെ തോന്നിച്ചുകൊണ്ട് അതേ അറിവ് തന്നെയാണ് സ്വപ്നാനുഭവങ്ങളെ നമ്മുടെ ഉള്ളിൽ സത്യമാക്കി തന്നത്. അതേ അറിവ് കൊണ്ടാണ് ഉറക്കത്തിൽ എന്ത് പറഞ്ഞത്? സുഖമായിട്ട് ഉറങ്ങുമ്പോഴേ ഉറങ്ങി എണീറ്റ ഒരു വാക്ക് നമ്മൾ പറയുന്നത്, ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ, സുഖമായിട്ട് ഉറങ്ങിയെന്നാ. ഞാനൊന്നും അറിഞ്ഞില്ലെങ്കിൽ സുഖമായിട്ട് ഉറങ്ങിയെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പം മനസ്സിലാക്കാം, നമ്മൾ സുഖമായിട്ട് ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ ഒരാൾ അകത്തിരിക്കുന്നുണ്ട്. ഇല്ലേ? അതാണ് നിത്യസത്യം, അതാണ് അറിവ്. അതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈ അറിവിന് രൂപമില്ല. അറിവിന് രൂപമുണ്ടോ? നമ്മുടെ ശാസ്ത്രത്തിൽ പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് പറയുക. അറിവിന് രൂപമില്ല. MSc മാത്സ് എടുത്ത ഒരാളോടെ അയാളെ കണ്ടിട്ട് MSc മാത്സ് ആണോ ചോദിക്കാൻ പറ്റുമോ? കാരണം ഈ അറിവ് എന്ന് വെച്ചാൽ രൂപമില്ലാത്തതാ. അപ്പം അതുകൊണ്ട് ഇവിടെ ആ 3 അവസ്ഥകളെയും അറിഞ്ഞ അറിവാണ് നിത്യമായിട്ടുള്ളിരിക്കുന്നത്. അതാണ് സത്യം, അതാണ് ആത്മാവ്, അതാണ് എൻ്റെ സ്വരൂപം എന്ന് ബോധിച്ചാൽ പിന്നെ ആ ജീവന് ദുഃഖമില്ല എന്നാണ്.
ഇത് കേട്ടു. ആ ഭഗവാന്റെ അനുഗ്രഹം നേടിയിട്ട് ചിത്രകേതു സിദ്ധൻ ഇനി എവിടെ എത്തി? ആ വിദ്യാധരന്മാരുടെ ലോകത്തെത്തി എന്നാണ്. അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുക, ഭഗവാന്റെ തിരുനാമമൊക്കെ ജപിച്ച് ഭഗവാനെ സ്മരിച്ച് അങ്ങനെ. അപ്പോഴാണ് മറ്റു വിദ്യാധരന്മാർ ഒക്കെ കൂടെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി വരും. ഞങ്ങളെ വൈകുണ്ഠത്തിലേക്ക് ചെന്നു തവണ. പിറ്റേ ദിവസം പറയാം ഞങ്ങൾ കൈലാസത്തിൽ പോയി. അപ്പം ഇയാൾ ചോദിച്ചു, നിങ്ങളെന്താ ഈ വൈകുണ്ഠത്തിലേക്ക് പോയി കൈലാസത്തിലേക്ക് പോയി എന്നൊക്കെ പറയണം? അപ്പം എന്താ എന്നെ കൂടെ കൊണ്ടുപോകണില്ല? അല്ല, താനിപ്പോൾ അടുത്ത കാലത്ത് ഇവിടെ വന്നല്ലേ ഉള്ളൂ, മിനിമം ഒരു 2 years എക്സ്പീരിയൻസ് അത് പാടില്ല അല്ലേ, കുറച്ച് പരിചയമായിക്കോട്ടെ വെച്ചിട്ടാണ്. അവ പറഞ്ഞു ഇനി എവിടേക്ക് പോകണം വെച്ചാൽ ഞാനും ഉണ്ട് എന്നാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങളെന്നാൽ കൈലാസത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനും വരുന്നുണ്ട്. അപ്പോൾ മറ്റാൾ പറഞ്ഞു അതെ വരണമെന്നില്ല കേട്ടോ എന്ന്. വരണമെന്നില്ല എന്ന് എന്താ എനിക്കെന്താ കുറവ്, ഞാനും സിദ്ധനല്ലേ എന്നാണ്. എന്നാൽ പിന്നെ പുറപ്പെട്ടോളൂ എന്നാണ്. എല്ലാവരും കൂടെ പിന്നെ കൈലാസത്തിലേക്ക് പോവുക. എല്ലാവരും കൈലാസത്തിലെത്തി, വിമാനമൊക്കെ അവിടെ നിർത്തി പാർവതി പരമേശ്വരന്മാരെ ചെന്ന് നമസ്കരിക്കുക. പക്ഷേ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ കൈലാസത്തിലിരിക്കുന്ന പാർവതി പരമേശ്വരന്മാരുടെ ഇരിപ്പ് 7 ദിവസം കൊണ്ട് സിദ്ധനായിട്ട് ചിത്രകേതുവിന് അങ്ങ് പിടിച്ചില്ല. എന്താ അറിയോ? പാർവതിയെ മടിയിൽ വെച്ച് ആലിംഗനം ചെയ്തിട്ട് മുമ്പിലിരിക്കുന്ന മഹർഷിമാർക്ക് ജ്ഞാനോപദേശം കൊടുക്കുകയാണ് പരമേശ്വരൻ. ഇത് കണ്ടിട്ട് അടിമുടി ഇങ്ങനെ കോപം കൊണ്ട് പറിച്ചു. ഏഷ ലോകഗുരു സാക്ഷാൽ ധർമ്മം വക്രാശരീരിന. ഇതാണോ ലോകഗുരു എന്നും പറഞ്ഞ് ധർമ്മം ഉപദേശിക്കാനിരിക്കുന്ന പരമേശ്വരൻ? കണ്ടു കഴിഞ്ഞാൽ സന്യാസിമാരുടെ വേഷം, ചെയ്യുന്ന പ്രവൃത്തിയോ ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യമായിട്ട് ആലിംഗനം ചെയ്യുക. സാധാരണ ഗൃഹസ്ഥന്മാരടക്കം രഹസ്യമായിട്ട് ഭാര്യയെ സ്വീകരിക്കാറുള്ളൂ. ഇത് പരസ്യമായിട്ട് ഭാര്യയെ സ്വീകരിച്ച് ചെയ്യുന്ന പ്രവൃത്തിയോ ജ്ഞാനോപദേശം നാണമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പരമേശ്വരൻ വിചാരിച്ചു ഇതാരോ ഞെക്കിപ്പഴിപ്പിച്ച പഴമാണ് എന്നാണ് അല്ലേ. ഞെക്കിപ്പഴിപ്പിച്ച പഴം കറ ചോദിക്കും. നാരദൻ അപ്പം അവിടുന്ന് സ്ഥലം വിട്ടു. കാരണം ആ മൂപ്പരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. പരമേശ്വരൻ പ്രതികരിക്കില്ല എന്ന് കണ്ടപ്പോൾ ഋഷിമാരും മൗനം അവലംബിച്ചു. പക്ഷെ പാർവതിക്ക് അങ്ങനെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ഇവൻ ആര് നമ്മളെ ധർമ്മം പഠിപ്പിക്കാൻ? ഇവിടെ ബ്രഹ്മാവ്, ഭൃഗ്വാദി മഹർഷിമാർ, അതുപോലെ സനകാദി സിദ്ധന്മാരൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ തന്നെ ഇരിക്കണം. പക്ഷെ അവരൊന്നും ഇതൊരു അധിക പ്രസംഗമായിട്ട് അസംബന്ധമായിട്ട് അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവരെക്കാളും ഒക്കെ വലിയ ആളാണോ ഇവൻ? കാരണം ഇവിടെ പാർവതി പരമേശ്വരന്മാരെന്ന് വെച്ചാൽ ആത്മാവാണ്. ആത്മാവ് രണ്ടില്ല. അവിടെ ശരീരഭാവത്തിന് തീരെ സ്ഥാനമില്ല. അങ്ങനെ ആത്മാവായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരിലാണ് ശരീരഭാവത്തെ ആരോപിച്ചിട്ട് പരമേശ്വരനെ പുരുഷനായിട്ടും പാർവതിയെ സ്ത്രീയായിട്ടും കണ്ടിട്ടാണ് ഇപ്പം ഇങ്ങനെയുള്ള വേണ്ടാത്തതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവൻ ഇവിടെ വരാൻ യോഗ്യതയില്ല. അവൻ്റെ ഉള്ളിൽ കുറച്ച് ആസുരികമായിട്ടുള്ള വാസനകൾ, അതാണ് ശരീരഭാവന. അതനുഭവിക്കാൻ അവനെ ശപിക്കണമെന്ന് നിശ്ചയിച്ചു. ദേവി ശപിച്ചു. അത പാപീയസീം യോനിയും ആസുരിയും യാഹി ദുർമതേ. ഹേ ദുർബുദ്ധേ, നീ ഒരു അസുരനായിപ്പോട്ടെ എന്നാണ്. ഈ ശാപം കിട്ടിയപ്പോഴാണ് ചിത്രകേതുവിന് കാര്യം മനസ്സിലായത് എന്നാണ്. വിമാനത്തിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് പാർവതിയുടെ കാക്കൽ വീട് നമസ്കരിക്കുക. അപ്പം പാർവതിക്ക് മനസ്സൊന്ന് തണുത്തു. ഉണ്ണീന്ന് പറഞ്ഞ് 2 കൈ കൊണ്ടും പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അതെ, ഒരിക്കലും മഹാത്മാക്കളോട് ഇങ്ങനെയുള്ള വേണ്ടാത്ത ബുദ്ധി നിനക്ക് തോന്നാൻ പാടില്ല. അതിനാണ് ഞാൻ തന്നെ ഈ ശാപരൂപത്തിലുള്ള ശിക്ഷ തന്നത് എന്ന് പറയുകയാണ്. അപ്പം പറഞ്ഞു, അമ്മേ, ഈ പ്രപഞ്ചത്തിൽ പൂർവജന്മ കർമ്മഫലമാകുന്ന പ്രാരബ്ധം അനുഭവിക്കാനായിട്ട് ശരീരം എടുത്തു വന്ന ജീവന് എന്ത് സുഖം എന്ത് ദുഃഖം എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഗുണപ്രവാഹ ഏതസ്മിൻ കശാപക്കോൻ അനുഗ്രഹ. ഈ ശാപവും അനുഗ്രഹവും രണ്ടും സത്യമൊന്നുമല്ല അല്ലേ. ഒരാൾ എപ്പോഴും സുഖിയായിട്ടിരിക്കുമോ? ഒരു തലവേദനയെങ്കിലും വരാണ്ടിരിക്കില്ലവോ? എപ്പോഴും ഒരാൾ ദുഃഖിയായിട്ടിരിക്കുമോ? ഇല്ല. ഇത് രണ്ടും വന്നും പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ ചെയ്ത കർമ്മത്തിൻ്റെ ബലമാണ്. അതുകൊണ്ട് ഞാൻ അമ്മ തന്ന ശാപത്തെ പ്രസാദമായിട്ട് സ്വീകരിച്ചോളാം. ശാപമോക്ഷം എനിക്ക് ആവശ്യമില്ല. ശാപം ഇഷ്ടമില്ലെങ്കിലല്ലേ എനിക്ക് ശാപമോക്ഷം ചോദിക്കണ്ടു. ഞാൻ ശാപം പ്രസാദമായിട്ട് സ്വീകരിച്ചോളാം എന്നാണ്. ഇത് കണ്ടപ്പോൾ പരമേശ്വരൻ ചിരിച്ചു. പാർവതിയോട് പറഞ്ഞു, കണ്ടില്ലേ പാർവതി കൃഷ്ണഭക്തന്മാരുടെ മഹാത്മ്യം. വേണമെച്ചാൽ ചിത്രകേതുവിന് തിരിച്ച് പാർവതിയെ ശപിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, കൊടുത്ത ശാപം അനുഗ്രഹമായിട്ട് എടുക്കുകയുണ്ടായത്. ഇതാണ് ഭക്തന്മാരുടെ സ്വഭാവം എന്ന് കാണിച്ചത്. ഇങ്ങനെ ശാപം കിട്ടിയ ചിത്രകേതുവാണ് അവിടെ തൊഷ്ടാവ്. ഇന്ദ്രശത്രു വിവർദ്ധസ്വ എന്നും പറഞ്ഞ യാഗം നടത്തിയ സമയത്ത് യാഗാഗ്നിയിൽ വൃത്രാസുരനായിട്ട് വന്നത് എന്ന് പറയുക. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നല്ല ഭക്തനായിരുന്നു, ഇപ്പോൾ ശാപം കൊണ്ട് അസുരനായിരുന്നു. ആ ഒരു പൂർവ്വജന്മ സംസ്കാരമാണ് ഇന്ദ്രനെ ഉപദേശിക്കുന്നതിലൂടെ കാണിച്ചു തന്നത് എന്ന് കാണിച്ചു തരികയാണ്. ഇങ്ങനെയുള്ള ചിത്രകേതുവിൻ്റെ കഥ കേട്ടാൽ തന്നെ നമുക്ക് പരമഗതി ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടാണ് അതിനെ അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനിയും
ദിതിയുടെ മറ്റു പുത്രന്മാരെ കുറിച്ച് പറഞ്ഞുതരാം. ത്വഷ്ടാവാകുന്ന പുത്രൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വന്നത്. ഇനി അടുത്തുള്ള ബാക്കിയുള്ള പുത്രന്മാരുടെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്. അതിൽ വാമനാവതാര ചരിത്രം ഞാൻ അങ്ങേക്ക് പിന്നീട് പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ടാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം ഇനി ദിതിയുടെ മക്കളുടെ വംശത്തെക്കുറിച്ചൊക്കെ ദിതിയുടെ വംശത്തെക്കുറിച്ച് പറഞ്ഞു തരാം. ദിതിയുടെ വംശത്തിലാണ് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു തുടങ്ങിയിട്ടുള്ള കേമന്മാരായിട്ടുള്ള അസുരന്മാരൊക്കെ ഉണ്ടായത് എന്നാണ്. അതിൽ ഹിരണ്യകശിപു കയാധുവിനെയാണ് വിവാഹം കഴിച്ചത്. ജംബാസുരൻ്റെ പുത്രിയാണ്. ഈ കയാധുവിന് ഈ ഹിരണ്യകശിപുവിൽ കയാധുവിൽ 4 പുത്രന്മാരുണ്ടായി എന്നാണ്. സംഹ്ലാദൻ, അനുക്ലാദൻ, ക്ലാദൻ, സംഹ്ലാദൻ, അനുക്ലാദൻ, പ്രഹ്ലാദൻ 4 പുത്രന്മാരും സിംഹിക എന്ന പേരായിട്ടൊരു പുത്രി എന്നാണ്. ഈ മൂപ്പര ഈ പ്രാസ ഒപ്പിച്ച് പേരിടാൻ പഠിപ്പിച്ചെന്നാണ് തോന്നുക. ഇതെന്താ അറിയുക, ഇത് വേറൊന്നും അല്ല, ഇത് നമ്മുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ക്ലാദൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എത്ര അവസ്ഥയുണ്ടെന്നാണ് പറഞ്ഞത്? 3 അറിഞ്ഞാൽ 4ാമത്തെ അവസ്ഥയും അല്ലേ? 4 അവസ്ഥയാണ് ജീവൻ്റെ 4 അവസ്ഥയാണ് ഈ ക്ലാദൻ, സംഹ്ലാദൻ, അനുക്ലാദൻ, പ്രഹ്ലാദൻ എന്ന് വെച്ച് പറയണത്. ക്ലാദൻ എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുന്ന സമയത്തെ ജീവൻ്റെ അവസ്ഥയാണ്. അതിന് ശാസ്ത്രത്തിൽ വിശ്വൻ എന്ന് പറയും. ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തെ കാണുന്നുണ്ട്, അപ്പോൾ ഇവിടെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അതിനെയാണ് ക്ലാദൻ. അത് കഴിഞ്ഞാൽ പിന്നെ സ്വപ്നലോകത്തെ ജീവൻ്റെ പേരാണ് തൈജസൻ, അതാണ് സംഹ്ലാദൻ. തൈജസ് എന്ന് വെച്ചാൽ ഏറ്റവും സ്പീഡുള്ളത് എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലേ? സ്വപ്നത്തിൽ അമേരിക്കയിലേക്ക് പോയിട്ട് വരാൻ എത്ര മിനിറ്റ് വേണം? 1.5 മിനിറ്റും കൂടെ വേണ്ട, പോലും കഴിയും തിരിച്ചു വരലും കഴിയും. അതാണ് സംഹ്ലാദൻ. അപ്പോഴുള്ള ജീവൻ്റെ അവസ്ഥ എന്താ അറിയോ? കുറച്ച്, അതായത് ഈ സ്വപ്ന സമയത്ത് സമയം വളരെ കുറവാണ്. ആ കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ എന്താ അനുഭവിക്കുന്നത്? ആ ആനന്ദമൊക്കെ അനുഭവിക്കുന്നത്. അതാണ് സംഹ്ലാദൻ എന്നാണ്. കുറച്ച് ആനന്ദമാണ്, കുറച്ച് നേരമേ ഉള്ളൂ സ്വപ്നം. അല്ലാണ്ട് സ്വപ്നമൊന്നും 1.5 മണിക്കൂറൊന്നും നമ്മൾ കാണില്ല. അത് വളരെ കുറച്ച് നേരമേ ഉണ്ടാവുള്ളൂ. ആ കുറച്ച് നേരം നമ്മൾ എന്താവും? കുറച്ച് നേരം ആനന്ദം അനുഭവിക്കും. അതാണ് സംഹ്ലാദൻ. SOME സം അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല എന്നാണ് തോന്നുക. അത് കഴിഞ്ഞ് അടുത്തതാണ് എന്ത്? ഉറങ്ങുന്ന അവസ്ഥയിൽ, അതാണ് പ്രാജ്ഞൻ എന്നാണ് ആ അവസ്ഥയുടെ ജീവൻ്റെ അവസ്ഥ. സുഷുപ്തിയുടെ ജീവൻ്റെ അവസ്ഥയാണ് എന്ത്? പ്രാജ്ഞൻ. പ്രാജ്ഞൻ എന്ന് വെച്ചാൽ അജ്ഞന, ഒന്നും അറിയില്ല അല്ലേ? ഉറക്കത്തിൽ നമ്മളൊന്നും അറിഞ്ഞില്ല എന്നല്ലേ പറയുക? ആ ജീവൻ്റെ അവസ്ഥയിൽ അവിടെ അനുക്ലാദൻ എന്നാണ്. എന്താ അനുക്ലാദൻ എന്ന് വെച്ചാൽ? അനു എന്ന് വെച്ചാൽ പിന്നിലെന്നാണ്. ഈ ഉറക്കത്തിലെ അവസ്ഥ, ഉറങ്ങണ സമയത്ത് നമുക്ക് സുഖമാണെന്നറിയില്ല. എന്നിട്ടോ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് എന്ത് പറയും? ആ അനുഭവത്തെ ഓർത്ത് പറയുന്നത്, അതിൻ്റെ പിന്നിൽ പോയി ഓർത്ത് പറഞ്ഞതാണ് എന്ത്? ഉറക്കം സുഖമായി. അതാണ് അനുക്ലാദൻ എന്നാണ്. അതാണ് അനു. കുട്ടികൾക്കൊക്കെ പേരിടുമ്പോൾ അനു, കുനു എന്നൊക്കെ പേരിട്ട് എന്ത് പറ്റും അറിയോ? അത് കഴിഞ്ഞ് അവസാനം ഈ 3 അവസ്ഥയെ അറിയുന്ന ആ അനുഭവം തുരീയം എന്നാണ് ആ ജീവൻ്റെ അവസ്ഥ എന്നാണ്. എന്താ? പ്രഹ്ലാദൻ എന്നാണ്. പ്രഹർഷേണ ക്ലാദൻ എന്നാണ്. എല്ലായ്പ്പോഴും ആനന്ദമാണ് ജീവൻ്റെ സ്വരൂപം. പക്ഷേ ഈ 3 അവസ്ഥകളെ കൊണ്ട് അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 3 അവസ്ഥയും വിട്ടിട്ട് അവിടെ എത്തണം? പ്രഹ്ലാദ ഭാവത്തിലേക്ക് എത്തണം ജീവൻ. അതാണ് നിത്യാനന്ദ സ്വരൂപം എന്നാണ് പറയുന്നത്. അതിനാണ് ഇങ്ങനെ ഈ പേരൊക്കെ കൊണ്ട് കാണിച്ചു തരുന്നത് എന്നാണ്. അതിൽ ക്ലാദൻ ദമനിയെ വിവാഹം കഴിച്ചു. അതിലാണ് വാതാപിയും ഇല്വലിനും ഉണ്ടാവുന്നത്. ഈ വാതാപിയാണ് അഗസ്ത്യ മഹർഷി ഇല്ലാണ്ടാക്കുന്നത് എന്നാണ്. വാതാപിയെയും ഇല്വലിനെയും എന്നാണ്. അത് കഴിഞ്ഞ് ക്ലാദൻ്റെ ഭാര്യയാണ് കൃതി. അതിലാണ് പഞ്ചജനൻ എന്ന അസുരൻ ഉണ്ടാകുന്നത്. അനുക്ലാദൻ്റെ ഭാര്യയാണ് സൂര്യ. അതിലാണ് ഭാഷ്കളൻ, മഹിഷൻ തുടങ്ങിയ 2 അസുരന്മാർ. പ്രഹ്ലാദൻ്റെ പുത്രനാണ് വിരോചനൻ. അദ്ദേഹത്തിന് ദേവി എന്ന ഭാര്യയിലാണ് മഹാബലി ഉണ്ടാവുന്നത്. മഹാബലി അശനയെ വിവാഹം കഴിച്ചു. അതിൽ ബാണം തുടങ്ങിയിട്ട് 100 പുത്രന്മാരുണ്ടായി എന്ന് പറഞ്ഞ് അവരുടെ വംശത്തെയൊക്കെ വർണ്ണിച്ചിട്ട് ഇത് കൂടാണ്ട് ഒരു 49 പേരുണ്ടായി. ദിതിക്ക് അവരൊക്കെ ദേവന്മാരായിട്ട് തീർന്നു എന്നാണ്. അതെങ്ങനെയാണ് ദിതിയുടെ മക്കൾ ദേവന്മാരായത്? അപ്പോഴാണ് ഇനി ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ഇന്ദ്രൻ സേവിച്ച് സന്തുഷ്ടനാക്കി തീർത്ത വിഷ്ണു തൻ്റെ 2 പുത്രന്മാരെയും കൊന്നു എന്നാണ്. ആരാ? ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും. ഇതറിഞ്ഞപ്പോൾ ദിതിക്ക് വല്ലാണ്ട് ദുഃഖമായി. തനിക്ക് കേമന്മാരായിട്ടുള്ള മക്കളൊന്നും ഉണ്ടാകാൻ വയ്യ. ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഇന്ദ്രൻ വിഷ്ണുവിനെ കൂട്ടുപിടിച്ച് അതിനെയൊക്കെ കൊല്ലുക. അപ്പോൾ ദിതിക്ക് തോന്നി ഇന്ദ്രനെ കൊല്ലാൻ പറ്റിയൊരു കുട്ടി തനിക്കുണ്ടാവണം.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് കശ്യപൻ തൻ്റെ ആശ്രമത്തിലേക്ക് കയറി വരുന്നത്. പണ്ടൊക്കെ കശ്യപൻ ദിതിയുടെ ആശ്രമത്തിലേക്ക് വന്നാലേ മുഖവും പൊറിപ്പിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ കശ്യപൻ വിചാരിക്കുക എന്തിനാ പൊതും കണ്ടിട്ട് ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ആ മൂപ്പര് മിണ്ടാണ്ട് പോകും. കാരണം ഈ അമ്മയ്ക്ക് അയാളെ ശുശ്രൂഷിക്കാൻ വയ്യ, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണം. അപ്പോൾ അദ്ദേഹം പോയാൽ സുഖമായി, പിന്നെ ഇപ്പോൾ പ്രാരബ്ധമില്ലല്ലോ എന്നും പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കശ്യപൻ കയറി വന്നപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഓടിപ്പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാക്കൽ കൂടെ നമസ്കരിക്കണോ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരുത്തി പറഞ്ഞു, അതെ ഇനി അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന ശരീരം ഇങ്ങനെ വെറുതെ കേടുവരുത്തണ്ട, ഇനിയോ 10 ദിവസം എൻ്റെ ആശ്രമത്തിലിരുന്ന് എനിക്ക് കുറച്ച് ശുശ്രൂഷിക്കണം എന്നൊക്കെ ഉണ്ട് എന്നാണ്. ഇത് കേട്ടപ്പോൾ കശ്യപന് ആശ്ചര്യം തോന്നി, ഇത് നേരെയെന്ന് തോന്നണം. അങ്ങനെ അവിടെ ഇരിക്കുക, ഗംഭീരമായിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട്. എന്താ അറിയോ, രാവിലെ എണീക്കുമ്പോഴേക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ റെഡി, കുളി കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന് പൂജിക്കാനുള്ള പുഷ്പങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. പൂജ കഴിഞ്ഞ് വരുമ്പോഴേക്കോ അദ്ദേഹത്തിന് കഴിക്കാനുള്ള നല്ല വിശിഷ്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കാല് തൻ്റെ മടിയിലെടുത്ത് വെച്ച് ഒഴിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ശുശ്രൂഷിക്കുക. ശുശ്രൂഷ കൊണ്ട് കശ്യപനും വളരെ സന്തോഷമായി. പറഞ്ഞു, ദിതി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അറിയാൻ തുടങ്ങും, അതെ ഒരു 10 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കശ്യപന് തോന്നി, അതെ ഇവിടെ തന്നെ ഇരുന്നാൽ പറ്റില്ല, മറ്റ് 10-12 പേരുണ്ട്, അവരെ അന്വേഷിക്കും, അതുകൊണ്ട് അവരെ അനുഗ്രഹിക്കണമല്ലോ. ദിതി നിൻ്റെ ശുശ്രൂഷ കൊണ്ടേ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്, ഞാൻ പോവുക, നിനക്ക് വല്ല വരം വേണോ ചോദിച്ചോളൂ, വേണച്ചാൽ തരാമെന്നാ. ഇത് കേട്ടപ്പോൾ ദിതി പറഞ്ഞു, വേണം, അതിനെ ഞാൻ അങ്ങേ ശുശ്രൂഷിച്ചതെന്നാണ്. എന്താ വരം വേണ്ടത്? അങ്ങയുടെ മൂത്ത പുത്രനുണ്ടല്ലോ ഇന്ദ്രൻ, അവനെ കൊല്ലാൻ പറ്റിയൊരു മകൻ എനിക്കുണ്ടാവണം എന്നാണ്. ഇത് കേട്ടപ്പോഴാണ് കശ്യപൻ തൻ്റെ അബദ്ധം മനസ്സിലായത്. എന്താ കശ്യപൻ പറഞ്ഞത്? ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കാൻ പാടില്ല. നമ്മളെ അല്ല കേട്ടോ, ദിതിയെപ്പോലുള്ള സ്ത്രീകളെ എന്നാണ് പറഞ്ഞത്. എന്താ അത്ര അവരുടെയൊക്കെ അവസ്ഥ? അതായത് സ്ത്രീകളുടെ സ്വഭാവം പറയുക, ഞാൻ കയറി വരുന്ന സമയത്ത് ശരൽക്കാലത്ത് വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂ പോലുള്ള പുഞ്ചിരി എന്നാണ്, ചെവിയിൽ അമൃത് കോരി ഒഴിക്കണ വാക്ക് എന്നാണ്. ഇതിൻ്റെ പിന്നിൽ സ്ത്രീകളുടെ ഹൃദയം എങ്ങനെയാത്രേ? ക്ഷൗരക്കാരൻ്റെ കത്തിയുടെ വായ്ത്തല പോലെ എന്നാണ്. പണ്ടൊക്കെ ഈ ക്ഷൗരത്തിന് വരുന്ന ആളുകളെ അവർ ഒരു സാധനത്തിൽ ഇട്ടിട്ട് കത്തി ഇങ്ങനെ മുറിച്ചേക്കണം കണ്ടിട്ടുണ്ട്, പഴയ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ അത്ര സ്ത്രീകളുടെ ഹൃദയം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ്. അവരെന്ത് അക്രമം ചെയ്യാനും ഒരു മടി ഉണ്ടാവില്ല എന്നാണ്. ഇത് നിങ്ങളെയൊന്നും അല്ല പറഞ്ഞത്, അതുകൊണ്ട് നാളെ മുതൽ വരാണ്ടിരിക്കേണ്ട, ദിതിയെപ്പോലുള്ള ആളുകളുടെ സ്വഭാവമാണ് ഈ പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഏതായാലും വരം തരാമെന്ന് അങ്ങോട്ട് പറഞ്ഞതാ, കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഇന്ദ്രനെ കൊല്ലാനുള്ള മകനെയാണ് ആവശ്യപ്പെടുന്നത്. ഇന്ദ്രൻ ഒരു മന്വന്തരക്കാലം ജീവിച്ചിരിക്കേണ്ട ആളാണ്. പറഞ്ഞു, ദിതി ഇന്ദ്രനെ കൊല്ലാൻ പറ്റിയ പുത്രനല്ലേ ഉണ്ടാവും, അതിന് 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന വ്രതം നീ അനുഷ്ഠിക്കണം, പുംസവന വ്രതം എന്നാണ്. എന്തിനാ ഈ 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന വ്രതം പറഞ്ഞു കൊടുത്ത്? തെറ്റേ, ഈ വ്രതം നീണ്ട എപ്പോഴും തെറ്റും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അയ്യപ്പന്മാർക്ക് എന്നോടൊന്നും തോന്നരുത് കേട്ടോ. ഇപ്പോഴത്തെ അയ്യപ്പന്മാരെ കണ്ടിട്ടുണ്ടല്ലോ, രാവിലെ മാലയിടും, ഉച്ചയ്ക്ക് കെട്ടുമുറുക്കും, വൈകുന്നേരം പോകും. അന്നെ വരാൻ പറ്റാത്തതുകൊണ്ട് അവർ വരാണ്ടിരിക്കുക, അല്ലെങ്കിൽ അന്നെ വന്നിട്ടും ഉണ്ടാവും. ഈ 41 ദിവസമൊക്കെ മണ്ഡലവ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ട് അങ്ങനെയുള്ള അപൂർവം ചില ആളുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവരെ തൊഴിൽ തന്നെ വേണം. അപ്പോൾ ഇവിടെ 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന വ്രതമാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് എന്നാണ്. ആ വ്രതത്തിൻ്റെ നിഷ്ഠകളൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ദിതി വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. പറഞ്ഞു, ഈ വ്രതം പൂർണ്ണമായിട്ട് തെറ്റുകൂടാണ്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ശക്തി കൊണ്ടുണ്ടാവുന്ന ഉണ്ണി ഇന്ദ്രനെ കൊല്ലും. അല്ല, വ്രതത്തിന് എന്തെങ്കിലും തെറ്റ് വന്നാണ്ടല്ലോ അവൻ ഇന്ദ്രൻ്റെ ബന്ധുവാകുന്നതാണ്. പിന്നെ ഇവിടെ ദിതി ശരിക്കും വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഗർഭം ധരിച്ചു, 6-7 മാസം പ്രായമായി. ഗർഭം രാവിലെ നേരത്തെ എഴുന്നേക്കണം, കുളിക്കണം, ലക്ഷ്മി നാരായണന്മാരെയൊക്കെ പൂജിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു നേരം മാത്രമേ ഭക്ഷണം വല്ലതും കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ദിതിക്ക് വല്ലാണ്ട് ക്ഷീണം തുടങ്ങി. ഈ ക്ഷീണമായപ്പോൾ ഈ ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഒരു സഹായിയെ കിട്ടിയാൽ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ദ്രൻ ഒരു ബ്രഹ്മചാരി കുട്ടിയുടെ രൂപത്തിൽ അവിടെ എത്തി എന്നാണ്. ഇത് ഇന്ദ്രനാണെന്നൊന്നും അയമ്മയ്ക്ക് അറിഞ്ഞില്ല. അയമ്മയോട് ചോദിച്ചു, അമ്മയെ ശുശ്രൂഷിച്ച് ഇവിടെ കൂടണമെന്ന് മോഹമുണ്ട്, ഞാൻ ഇവിടെ കൂടിക്കോട്ടെ എന്നാണ്. അപ്പോൾ പറഞ്ഞു, കുട്ടി എനിക്കിപ്പോൾ ഞാനിവിടെ ഒരു വ്രതം അനുഷ്ഠിക്കുക, എനിക്കും ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തു തരാൻ ഒരാൾ വേണമെന്നുണ്ട്, ഇവിടെ കൂടിക്കോളൂ, അവിടെ ഇരുന്നു എന്നാണ്. കുറച്ച് ദിവസം കൊണ്ട് ഇന്ദ്രൻ ദിതിയുടെ വിശ്വസ്തനായിട്ട് മാറിയെന്നാണ്. ഇപ്പോൾ 8-9 മാസം പ്രായമായി. ഒരു 10 ദിവസം കഴിഞ്ഞാൽ പ്രസവിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ദിതിക്ക് കടശലായിട്ടുള്ള ക്ഷീണം. ഒരു ദിവസം സന്ധ്യ ആയിട്ടില്ല, ആവണേ ഉള്ളൂ. സന്ധ്യയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്ന വ്രതത്തിനൊരു നിയമമുണ്ട്. അപ്പോൾ
വിളക്ക് കൊളുത്താറാവണല്ലേ ഉള്ളൂ, ഒന്ന് നടു നിവർത്തട്ടെ എന്നും പറഞ്ഞ് ക്ഷീണം കൊണ്ടൊന്ന് കിടന്നു. അപ്പം ഇന്ദ്രൻ എന്ത് ചെയ്തു? ദിതിയുടെ മുടിയിൽ ഒന്ന് തൊട്ട് തലോടി എന്നാണ്. ഈ മുടിയിൽ തൊട്ടാൽ പെട്ടെന്ന് ഉറക്കം വരും ഇത്രേ, അറിയാണ്ടങ്ങ് ഉറങ്ങിപ്പോയി ദിതി എന്നാണ്. വ്രതം തെറ്റിന്ന് മനസ്സിലായി. എന്താ ചെയ്തത്? തൻ്റെ യോഗശക്തി കൊണ്ട് ശരീരത്തെ ചെറുതാക്കി അങ്കുഷ്ടമാത്രനാക്കിയിട്ട് വജ്രായുധമായി ദിതിയുടെ ഗർഭപാത്രത്തിലേക്ക് കയറി. ആ വജ്രായുധം കൊണ്ട് അവിടെ തേജസ്വിയായിട്ടൊരു കുട്ടിയാണ് കാണുന്നത്. കാരണം ഈ വ്രതത്തിൻ്റെ നിഷ്ഠ കൊണ്ടുണ്ടായതാ, അതുകൊണ്ടാണ് അത്ര തേജസ്. എന്തായാലും തന്നെ കൊല്ലാനാണല്ലോ ഉണ്ടാവുന്നത്, അത് സമ്മതിക്കാൻ പാടില്ലല്ലോ. ആ വജ്രായുധം കൊണ്ട് 7 കഷ്ണങ്ങളായിട്ട് മുറിച്ചു എന്നാണ്. അപ്പോൾ 7 കുട്ടികളാണ് അവിടെ ഉണ്ടായത്. 7 നിലവിളിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഈ കുട്ടികളുടെ നിലവിളി കേട്ടിട്ട് ദിതി എങ്ങാനും ഉണർന്നാലോ തന്നെ ശപിക്കും. അപ്പം എന്ത് ചെയ്തു? വേഗം ആ കുട്ടികളെ കൊല്ലാനുള്ള ഭാവത്തിൽ ഓരോന്നിനെയും വീണ്ടും 7 മുറിച്ചു എന്നാണ്. അങ്ങനെ 49 കുട്ടികളാണ്. ഈ വ്രതത്തിൻ്റെ ശക്തി കൊണ്ട് 49 കുട്ടികളായിട്ട് അവർ പുറത്തേക്ക് വന്നു എന്നാണ്. ദിതി ഉണർന്ന് നോക്കുമ്പോഴേ വയറ് കാലിയാണ്. മുമ്പിലാണെച്ചാൽ 49 ഇന്ദ്രൻ അങ്ങനെ ഇന്ദ്രൻ അങ്ങനെ 50 എണ്ണം മാർച്ച് പാസ്റ്റ് പോലെ നിരന്ന് നിൽക്കുക. എവിടെ ആ കുട്ടി എന്നാണ്. അപ്പോഴാണ് ഇന്ദ്രൻ പറഞ്ഞത്, കുട്ടിയൊന്നും അല്ല, ഞാൻ ഇന്ദ്രനാണ്. അമ്മ അച്ഛനെ പാട്ടിൽ പിടിച്ചിട്ട് ഒരു വരം മേടിച്ചു. എന്താ? അതായത് എന്നെ കൊല്ലാൻ പറ്റിയൊരു ഉണ്ണി ഉണ്ടാവണം എന്നാണ്. അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വ്രതം ശരിയായിട്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാലേ അതിലുണ്ടാവണ കുട്ടിയെ എന്നെ കൊല്ലുള്ളൂ എന്നാണ്. ഇപ്പോൾ സന്ധ്യയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പാടില്ല. അമ്മ ഉറങ്ങിയത് കൊണ്ട് വ്രതത്തിന് ച്യുതി വന്നു. ആ സന്ദർഭത്തിൽ ഞാൻ അകത്തേക്ക് കിടന്ന് കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട് 49 കഷ്ണമാക്കിയതാണ്. ആ വ്രതത്തിൻ്റെ നിഷ്ഠ കൊണ്ട് 49 കുട്ടികളായിട്ട് അവർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അവരെന്നോട് പറഞ്ഞു, അവർക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല, എൻ്റെ കൂടെ സ്വർഗ്ഗലോകത്തേക്ക് വരികയാണ്, അമ്മ അനുവദിക്കുകയാണ് വെച്ചാൽ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്നാണ്. വേണമെച്ചാൽ ദിതിക്ക് ഇന്ദ്രനെ ശപിക്കാം. പക്ഷേ ഈ 1 കൊല്ലമായിട്ട് വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ദിതിയുടെ മനസ്സ് ഒന്ന് നേരിയായി. ശപിച്ചില്ല, ദിതി അനുവദിച്ചു. ആ ദിതിയുടെ അനുമതിയോടുകൂടി ആ 49 പേരെയും കൊണ്ട് സ്വർഗ്ഗലോകത്തേക്ക് വന്നു. അവരുടെ മാതൃദോഷം തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ അവർക്ക് അമൃത് കൊടുത്തു. അവരാണ് മരുത്തുക്കൾ എന്നറിയപ്പെടുന്ന ഈ ദേവന്മാരുടെ ഒരു വർഗ്ഗക്കാർ എന്ന് പറയുകയാണ്. കാറ്റിൻ്റെ അധിഷ്ഠാന ദേവന്മാരാണ് ഈ മരുത്തുക്കൾ എന്ന് പറയുക. അത് കഴിഞ്ഞ് ഒരധ്യായം കൊണ്ട് മരുതുൽപ്പത്തി, അതായത് പുംസവനവ്രതത്തിൻ്റെ നിഷ്ഠകളെയും കൂടി വർണ്ണിച്ചിട്ടാണ് 6ാമത്തെ സ്കന്ധം അവസാനിപ്പിക്കുന്നത്. ഇനി 7ാമത്തെ സ്കന്ധമാണ്. 7ാമത്തെ സ്കന്ധത്തിലെ വിഷയം ഊതികൾ എന്നാണ് ലക്ഷണം. ഊതികൾ എന്ന് വെച്ച കർമ്മവാസനകളാണ്. നമ്മുടെ ഉള്ളിൽ 2 തരത്തിലുള്ള വാസനകളുണ്ട്. ഒന്ന് ശുഭവാസനകളും മറ്റത് അശുഭവാസനകളും എന്നാണ്. നമ്മുടെ മനസ്സിലെ വാസനകൾ നന്നായാലേ നമുക്ക് നന്മയും ശ്രേയസ്സും ഉണ്ടാവുള്ളൂ. വാസനകൾ ദുഷിച്ചാലോ നമ്മൾ അധപ്പതിക്കും. അതിൻ്റെ അച്ഛൻ്റെയും മകൻ്റെയും കഥയിലൂടെയാണ് പറയുന്നത്. എങ്ങനെയാണ് വാസന നേരിയാവുക? മഹാത്മാക്കളെ സേവിക്കുന്നത് വഴി നമ്മുടെ മനസ്സിലെ വാസനകൾ ഉത്കൃഷ്ടമായിട്ട് തീരും. മഹാത്മാക്കളെ നിന്ദിച്ചു കഴിഞ്ഞാലോ ഉത്കൃഷ്ട ഭാവത്തിലെത്തിയാലും നമുക്ക് അധപ്പതനം ഉണ്ടാകുമെന്ന് കാണിച്ചു തരികയാണ്. പ്രഹ്ലാദൻ്റെ ചരിത്രമാണ് ഇനി 7ാമത്തെ സ്കന്ധത്തിൽ വർണ്ണിക്കുന്നത്.